വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഓരോ കാലയളവിൽ ഓരോ ഏരിയയിലൊക്കെ ആയിരിക്കുമല്ലേ. അപ്പം അതേപോലെ ഒരു അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്കും. ഞങ്ങൾ ഓരോ സമയത്ത് ഓരോ ഏരിയയിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അയൽക്കാരും ഒക്കെ ആയിട്ടൊരു ബന്ധം വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പം അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് നമ്മുടെ എളമ്പള്ളൂർ അമ്പലത്തിൽ സപ്താഹം നടക്കുന്ന കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ 6-ാം ദിവസമായിട്ടോ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും മാറ്റി വെച്ചില്ല, അപ്പം തന്നെ ഞാനും ആ ചേച്ചിക്കൊപ്പം എളമ്പള്ളൂരോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് അമ്മയെ മനസ്സ് നിറഞ്ഞ് കണ്ട് തൊഴുത് കേട്ടോ. തൊഴുതതിന് ശേഷമാണ് ഞാൻ സപ്താഹം കൊള്ളാൻ വേണ്ടി പോയത്. അപ്പം ഞാൻ കൊല്ലത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു സപ്താഹം കൂടുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ എല്ലാവരും നാരങ്ങ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഓരോരോ അമ്മയെ വിളിച്ച് ഓരോ മന്ത്രങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നേ. അതിനിടയിൽ കൂടെ പോയപ്പോൾ ഭയങ്കര ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. അങ്ങനെ അവിടെ ചെന്ന് ആചാര്യൻ്റെ കഥകളൊക്കെ കേട്ട് ഒത്തിരി നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ലൈഫിലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അനുഭവമാണ്. കാര്യം ഞങ്ങൾ ട്രിവാൻഡ്രത്തൊന്നും ഇങ്ങനെ സപ്താഹം ഞാൻ അധികം കേട്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ആ ചുറ്റുപാടിലൊന്നും ഒരിടത്തും അങ്ങനെ സപ്താഹമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ സപ്താഹത്തിൻ്റെ ഊണുണ്ടായിരുന്നു, നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ചേച്ചിക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.